വഹാബിക്കൊക്കെ അസ്ലിമാൻ തന്നെ വിളിഞ്ഞു. മുഹമ്മദ് അസ്ബഖുൽ ഖൽഖ്. മുഹമ്മദ് എന്നാൽ എല്ലാവരും സ്തുതിക്കേണ്ട ആൾ. അഹ്മദ് എന്നാൽ ഏറ്റവും അള്ളാഹുവിനെ സ്തുതിച്ച ആൾ. സ്തുതിക്കുന്ന പണിയാണ് ആർക്ക്? മലക്കുകൾക്ക്. പക്ഷേ ഹാമിദ് എന്ന പണി എന്ന പേര് ജിബ്രീലിന് കൊടുക്കുക. പക്ഷേ ജിബ്രീലിന് അഹമ്മദ് എന്ന് പേരില്ല. അപ്പോൾ അഹമ്മദ് മുഹമ്മദ് ആണെങ്കിൽ ജിബ്രീൽ ഹാമിദേ ആവുള്ളൂ, അഹമ്മദ് ആവില്ല. കാരണം അഹമ്മദ് രണ്ടോട്ടം ഉണ്ടാവില്ല, സൂപ്പർലെറ്റീവാണ്, അത് അഫ്ആൽ തഫ്ളീല. അപ്പോൾ മുഹമ്മദ് അസ്ബഖ് മിൻ ജിബ്രീലാണ്, ജിബ്രീലിനേക്കാൾ ആദ്യത്തെ ആളാവും. അപ്പോൾ പിന്നെ ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂൻ ബാധ്യതയോ, കാരണം അവർക്ക് മുമ്പുള്ള ആളല്ലേ. അപ്പോൾ ഇപ്പോഴാണ് ഇവർ സ്വലാത്തലിൻ്റെ ഗുട്ടൻസ് കിട്ടിയത്. കാരണം ഇവരെക്കാൾ മുമ്പുള്ള ആളാണ് മുഹമ്മദ്. ജിബ്രീൽ ഹാമിദാണ്. എന്തുകൊണ്ട്? ജിബ്രീൽ ഹാമിദാണ്, മീകായിൽ ഹാമിദാണ്. എന്തല്ല അഹമ്മദ് എന്ന് ഒരാൾക്കും ചരിത്രത്തിൽ പേരില്ല, മുഹമ്മദ് എന്നും പേരില്ല, ഒരു മലക്കിനും പേരില്ല, ഒരു നബിക്കും പേരില്ല. മുഹമ്മദ് എന്ന് ലോകത്തൊരു മലക്കിനും പേരില്ല, നബിക്കും പേരില്ല. അഹമ്മദ് എന്ന പേര് ഒരു നബിക്കുമില്ല, ഒരു മലക്കിനുമില്ല. അഹമ്മദ് ഒരാൾ മാത്രമാണ്. അപ്പോൾ എന്താ അഹമ്മദിൻ്റെ അർത്ഥം? ഏറ്റവും അള്ളാഹുവിനെ സ്തുതിച്ച ആൾ. ജിബ്രീലിൻ്റെ പണി സ്തുതിക്കല, മീകായിലിൻ്റെ പണി സ്തുതിക്കല, കോടി മലക്കുകളെ പണി സ്തുതിക്കലാണെന്ന് ഒന്നാം ദിവസം തന്നെ അവർ നമ്മളെ പഠിപ്പിച്ചു. നഹ്നു നുസബ്ബിഹു ബിഹംദിക്. അവർക്ക് പണി സ്തുതിക്കല. പക്ഷേ ഒരു മലക്കും അഹമ്മദല്ല, അഹമ്മദ് മുഹമ്മദാണ്. അപ്പോൾ ഖദീമായിരിക്കും, ആരെക്കാൾ? മലക്കുകളെക്കാൾ ആദ്യം ഉണ്ടായ ആളായിരിക്കും. അല്ലാതെ പറ്റൂല. കാരണം എന്തുകൊണ്ട്? മലക്കുകൾക്ക് സാധാ പണി സ്തുതിക്കലാണ്. അപ്പം അവരെക്കാൾ ഒരു സെക്കൻഡെങ്കിലും മുമ്പ് മുഹമ്മദ് ഉണ്ടാവണം, അല്ലാതെ മുഹമ്മദ് അഹമ്മദ് ആവില്ല. അതിനേക്കാൾ വലിയ രസം ആകാശത്തിൻ്റെക്കാളും മുമ്പും മുഹമ്മദ് ഉണ്ടാവണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആകാശത്തിൻ്റെ പണിയും ഹംദ് തന്നെയാണ്. തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്ഉ വൽ അർദ് വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ആകാശത്തിൻ്റെ പണി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ ഹംദ് ആരെ പണിയാണ്? ആകാശത്തിൻ്റെ പണി. അപ്പോൾ ആകാശം ഹാമിദാണ്, ആരല്ല? അഹമ്മദല്ല. ഭൂമി ഹാമിദാണ്, അഹമ്മദല്ല. എല്ലാം ഹാമിദാണ്, അഹമ്മദല്ല. അഹമ്മദ് ഒരാളാണ്. അപ്പോൾ അവ്വലുൽ ഖൽഖാണ്. അഹമ്മദ് ആയതുകൊണ്ടാണ് മുഹമ്മദ് ആയത്. അഹമ്മദ് ആണെങ്കിൽ പിന്നെ മുഹമ്മദ് ആണല്ലോ. അഹമ്മദ് ആണെങ്കിൽ പിന്നെ മുഹമ്മദ് ആവണമല്ലോ. കാരണം ഏറ്റവും കാലം അള്ളാഹനെ സ്തുതിച്ച ഒരാളെ മറ്റുള്ളവർ സ്തുതിക്കണമല്ലോ. അഹമ്മദ് ആയതുകൊണ്ടാണ് മുഹമ്മദ് ആയത്. ഉള്ള ഖുർആൻ്റെ റീഡിങ് നോക്കി അവിടെയൊക്കെ അത്ഭുതമാണ്. വന്ന മുഹമ്മദ് വന്നിടത്തെല്ലാം മുഹമ്മദാണ്, വരാത്തെടുത്താണ്. അഹമ്മദ് എന്നാൽ എന്താ? ഏറ്റവും സ്തുതിച്ചവൻ. അപ്പോൾ ഓഹുവൽ അസ്ബഖാണ്, ഏറ്റവും ആദ്യത്തെ ആളാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദിഹി ഇസ്മുഹു അഹ്മദ്, നിങ്ങൾ പറയല്ലേ മൗലിയരെ, വേറെ ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ റൂഹുൽ ബയാൻ നോക്കുക, അവിടെ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖ നൂറ മുഹമ്മദിൻ ഖബ്ല ജമീഇൽ കായിനാതി വഅലമ അന്നഹു ഹുവൽ അസ്ബഖ്. എല്ലാവരെയും മുമ്പ് അല്ലാഹു തആല ആരെ പഠിച്ച്? നൂറ് മുഹമ്മദിനെ പഠിച്ച്. എല്ലാവരെയും മുമ്പ് അല്ലാഹു തആല നൂറ് മുഹമ്മദിനെ പഠിച്ച്. ഫലഖനഹു തൗഹീദ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്ത്. ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ നൂറ് മുഹമ്മദ് വേഗം എന്ത് പറഞ്ഞ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫകറമഹു വഅലമഹു ബിഖൗലി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഉടനെ അല്ലാഹു തആല മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക് കൂട്ടിക്കൊടുത്ത് ആദരിച്ച്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹ് തൗഹീദ് കൂടി എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഈമാനും ബിർ റുസുലല്ല, ഈമാനും ബി മുഹമ്മദ്. ഈമാനും ബിർ റുസുൽ അംറു റാബിയാണ്. ഈമാനും ബി മുഹമ്മദ് ഒന്നിൽ കയറിയതാണ്. അതായത് ഈമാൻ കാര്യം 6 അതിൽ മുർസലീങ്ങളിലുള്ള വിശ്വാസം 4 നമ്പറാണ്.
എന്നാൽ അതിൽ ഇത് പെടൂല. ഈമാനം ബിസാഇദി റൂസിലാണ് അംറു റാബിയ. ഈമാനും ബി മുഹമ്മദ് ഷാമിലും ഫി തൗഹീദാണ്. ഒന്ന് തന്നെ ഉണ്ട്, രണ്ട്. മുഹമ്മദ് ഒന്ന് തന്നെ ഉണ്ട്, മറ്റിൽ പെടൂല, വേറെയാണ്.